പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിവസം യേശുവിൽ ആരംഭിക്കാനായിട്ട് കർത്താവ് നമ്മെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 1:8. അവിടെ ശരിക്കും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം തകരുന്നത്, എൻ്റെ ജീവിതം തകർന്നു പോയച്ചാ, എൻ്റെ ജീവിതം ഇനി ഒരു റീസ്റ്റാർട്ട് എനിക്കില്ല അച്ഛാ എന്നൊക്കെ പറയുന്ന ജീവിതങ്ങൾ ശരിക്കും ഇന്നത്തെ വചനം ആത്മശോധന ചെയ്യണം. വചനം പറയാണ്, ജെറുസലേം കഠിനമായി പാപം ചെയ്തു, അങ്ങനെ അവൾ മലിനയായി. കഴിഞ്ഞൊരു ദിവസം അച്ഛൻ്റെ എല്ലാം തകർന്നൊരു ഫാമിലി, ആ ഫാമിലി ഒന്നും ഭയങ്കരമായിട്ട് രീതിയിൽ ഇങ്ങനെ വിഷമം, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ അച്ഛാ, ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് നേരം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, എടാ എന്നെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലും പരിശ്രമം അവരുടെ ജീവിതത്തിൽ ഒരു ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ടാവും, പിന്നെ ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്, അതിൽ വിട്ട് ഈശോയെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഈശോയുടെ ഒരു ശക്തമായൊരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, കുടുംബ പ്രാർത്ഥന. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പരിശുദ്ധ കുർബാനയിലും നിങ്ങളർപ്പിക്കുന്ന ഓരോ ദിവസം അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയിലൊക്കെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒന്നും ഞങ്ങൾക്കറിയില്ലേ. പിന്നെ എന്തറിയും പ്രിയ സഹോദരങ്ങളെ? അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം തകർന്നു, എല്ലാവരും ഞാൻ എന്ത് കേട്ട ദൈവം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം, ഏറ്റവും വലിയ പാപം എന്താണെന്ന് അറിയാവോ? എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹമില്ലാത്തതല്ലേ പ്രിയ സഹോദരങ്ങളെ ഏറ്റവും വലിയ പാപം? ഒരു മദ്യപാനത്തേക്കാൾ, അല്ലെങ്കിൽ ഒരു വ്യഭിചാരത്തേക്കാൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ കൊലപാതകത്തേക്കാൾ വലിയൊരു പാപമാണ്. അതായത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട എൻ്റെ യേശുവിനെ കുറിച്ചിട്ട്, ആ യേശുവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും, ആ യേശുവിനെ സ്നേഹിക്കാൻ പോലും അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തത്, അതിനേക്കാൾ വലിയ പാപം എന്താണ് സഹോദരങ്ങളെ? അതാണ് ജെറുസലേം കഠിനമായി പാപം ചെയ്തു, അങ്ങനെ അവൾ മലിനയായി. ദൈവമേ, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ വേറൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ. യേശുവിനെ ഉത്കടമായി സ്നേഹിക്കാൻ, യേശുവിന് വലിയ ആഗ്രഹത്തോടെ സ്നേഹിക്കാൻ വേണ്ട ഒരു സ്വർഗീയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.